കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നു ട്രേഡിംഗ് കമ്പനി കട്ടപ്പന. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന ധർണാ സമരം സംസ്ഥാന കൗൺസിൽ അംഗം MK ഗോപാലപിള്ള ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാരുടെ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, DR കുടിശ്ശികയും 11ാമത് ശമ്പള കമ്മീഷൻ അനുവദിച്ച പരിഷ്കരണത്തിന്റെ കുടിശ്ശികയും ഉടൻ അനുവദിക്കുക, വിലക്കയറ്റം തടയുക, പങ്കാളിത്ത പെൻഷൻ അവസാനിപ്പിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രകടനവും ധർണയും നടന്നത്. കട്ടപ്പന ടീച്ചേഴ്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ കൂടിയ സമ്മേളനത്തിന് ശേഷം പ്രകടനമായി നൂറുകണക്കിന് പ്രവർത്തകർ കട്ടപ്പന സബ് ട്രഷറിയിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ യൂണിയൻ സംസ്ഥാന കൗൺസിൽ അംഗം MK ഗോപാലപിള്ള ഉദ്ഘാടനം ചെയ്തു. അതിന് പ്രതിജ്ഞാബദ്ധമായ ഗവൺമെന്റാണെന്ന് പലവട്ടം ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ കാര്യത്തിൽ അനുകൂലമായ ഒരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇതിന് പറയുന്ന ന്യായം കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന് കൊടുക്കേണ്ടതായ പദ്ധതി വിഹിതമായാലും അതുപോലെ GST തുടങ്ങിയ ടാക്സ് ഇനങ്ങളിൽ നിന്ന് കിട്ടേണ്ടതായ സംസ്ഥാന വിഹിതമായാലും അത്തരം കാര്യങ്ങളൊന്നും ഗവൺമെന്റ് കാലാകാലങ്ങളിൽ സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്നില്ല എന്ന് മാത്രവുമല്ല, പക്ഷപാതപരമായിട്ടാണ് വിവിധ സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെന്റ് പെരുമാറുന്നത് എന്നുള്ള വിമർശനമാണ് ഗവൺമെന്റ് 10ാമത്തെ ഭാഗത്ത് നിന്ന് പുറത്ത് വന്നിട്ടുള്ളത്. അതിന് വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ എത്രയും വേഗം ഒറ്റ തവണയായിട്ട് നിന്ന് ഈ പ്രശ്നം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. ഏതാണ്ട് 54,000 കോടിയോളം രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കുവാനുള്ളത്. പദ്ധതി വിഹിതമായിട്ടും അതുപോലെ കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ സംയുക്ത വിഹിതത്തിന്റെ അടിസ്ഥാനത്തിലായാലും വിവിധ ടാക്സ് ഇനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സെയിൽ ടാക്സ് തുടങ്ങിയ കാര്യങ്ങൾ നിർത്തലാക്കിക്കൊണ്ട് പിന്നെ GST ഏർപ്പെടുത്തിയതിനുണ്ടായ നഷ്ടം പരിഹരിക്കുന്നതിനുള്ള വിഹിതമായാലും ഏതൊക്കെയാണെങ്കിലും അതുപോലെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ലൈഫ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അഗതികൾക്കും വാർഷികകാല വിഭാഗത്തിൽപ്പെട്ടവർക്കും. യോഗത്തിൽ KSSPU കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് ടോമി കൂത്രപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം K ശശിധരൻ, ബ്ലോക്ക് സെക്രട്ടറി KV വിശ്വനാഥൻ, KR രാമചന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KP ദിവാകരൻ, TV സാവിത്രി, TK വാസു, വിവിധ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ബ്ലോക്കിന് കീഴിലുള്ള 11 യൂണിറ്റുകളിൽ നിന്നായി വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനത്തിലും ധർണയിലും പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങൾ ഭംഗി മാത്രം നോക്കിയാണോ ഫർണിച്ചർ വാങ്ങുന്നത്? ഒരിക്കലും ആയിരിക്കില്ല. നിങ്ങൾ ഏത് മരമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തീർച്ചയായും ചോദിച്ചറിയും. തേക്ക്, ഈട്ടി, മറ്റു മരങ്ങൾ എന്നിങ്ങനെ എല്ലാ മരങ്ങൾക്കും ഓരോ ക്വാളിറ്റി ഉണ്ട്. അതാരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനിലും നിലവാരത്തിലും എല്ലാ ഫർണിച്ചറുകളും ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ മിതമായ നിരക്കിൽ 100% ലൈഫ് ടൈം വാറന്റിയോടുകൂടി നിർമ്മിച്ചു നൽകുന്നു. മാത്രമല്ല, പ്രമുഖ പെയിന്റ് നിർമ്മാതാക്കളായ ഇൻഡിഗോ പെയിന്റ്സ് 20% വരെ ഡിസ്കൗണ്ടിൽ വാങ്ങാം. കൂടാതെ ഹോം അപ്ലയൻസസ്, വിവിധ മോഡൽ ബെഡുകൾ, ക്രോക്കറി, ഡ്രാസ്, അലുമിനിയം, സ്റ്റീൽ ഐറ്റംസ്, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഡിസ്കൗണ്ട് വിലയിൽ. പൊന്നു ട്രേഡിംഗ് കമ്പനി കട്ടപ്പന.